ഇനി ചോദ്യം ഇങ്ങനെയാണെന്നിരിക്കട്ടെ, ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറോ 53 ചൊവ്വയോ 53 വ്യാഴമോ വരാനുള്ള സാധ്യത. മക്കളെ, ഒന്നുകിൽ അധികം വരുന്ന ആ 2 ദിവസങ്ങൾ ഞായറും തിങ്കളുമാകാം, അതല്ലെങ്കിൽ അധികം വരുന്ന 2 ദിവസങ്ങൾ തിങ്കളും ചൊവ്വയുമാകാം, അതുമല്ലെങ്കിൽ അധികം വരുന്ന 2 ദിവസങ്ങൾ ചൊവ്വയും ബുധനുമാകാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡ് 7-ലെ 6ാമത്തെ ബോളിലോട്ട് കിടക്കുന്നു. ലാസ്റ്റ് ബോൾ ഇങ്ങനെയാണ്. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ സൂപ്പർ ഓവർ എപ്പിസോഡ് 7-ലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും 5, 6 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ചയ്ക്കെടുത്തിരുന്ന ടോപ്പിക്ക് സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തെയും സൂപ്പർ ഓവർ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ 7ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി PSC ഈ അടുത്തിടെ, അതായത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഉൾപ്പെടെയുള്ള നല്ല ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്നോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. മാത്രമല്ല, നമ്മുടെ ഓരോ ചോദ്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് വീഡിയോ പൗസ് ചെയ്ത് പരിശോധിക്കണം, നോട്ട് തയ്യാറാക്കണം, കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ആദ്യാവസാനം ചേരുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ആദ്യ ചോദ്യം ഇങ്ങനെ: ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്ര? ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്ര? അപ്പോൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രോബബിലിറ്റിയിലെ ചോദ്യമാണ്. ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത. നമുക്കറിയാം, ഒരു സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമുള്ള വർഷമാണ്. 365 ദിവസമുള്ള വർഷത്തെ വിളിക്കുന്ന പേരാണ് സാധാരണ വർഷം, അല്ലേ? അപ്പോൾ സാധാരണ വർഷത്തിൽ സുഹൃത്തുക്കളെ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഈ 365-നെ ഞാൻ 7 കൊണ്ടൊന്ന് ഹരിച്ച് കാണിച്ചു തരാം. എന്തിനാണ് 7 കൊണ്ട് ഹരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരാഴ്ചയിൽ മക്കളെ മൊത്തം 7 ദിവസമുണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അങ്ങനെ 7 ദിവസങ്ങളുണ്ട്. 7 ദിവസങ്ങളും എത്ര തവണ വീതം വരും എന്നറിയാനാണ് ഞാൻ 365-നെ 7 കൊണ്ട് ഹരിക്കുന്നത്. ശരി, എങ്കിൽ ഞാൻ ആദ്യം 3-നെ പറ്റത്തില്ല, 36-നെ 7 കൊണ്ട് ഹരിക്കുമ്പം 7 5 തവണ 35 ശിഷ്ടം 1 വരും. 1-നകത്തിൽ അടങ്ങാത്തതുകൊണ്ട് ഒരു സ്ഥാനം താത്തെഴുതി 15. 15-നകത്തിൽ 7 2 തവണ 7 2 14 ശിഷ്ടം 1 വരും. എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൽ, അഥവാ ഒരു സാധാരണ വർഷത്തിൽ 7 ദിവസങ്ങളും, മക്കളെ ഞാൻ 7 കൊണ്ടാണ് ഹരിച്ചത്, 7 ദിവസങ്ങളും 52 തവണ വീതം വരും. 52 തവണ വീതം എന്ന് പറഞ്ഞാൽ ഞായർ 52, തിങ്കൾ 52, ചൊവ്വ 52, ബുധൻ 52, വ്യാഴം 52, വെള്ളി 52, ശനി 52. അങ്ങനെ എല്ലാ ദിവസങ്ങളും കറക്റ്റായിട്ട് 52 തവണ വീതം വരും. എന്നിട്ടോ ഒരു ദിവസം അധികം വരും, ഒരു ദിവസം അധികം വരും. ഇതാണ് ഞാൻ ഈ ഹരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ഒന്നുകൂടെ, ഒരു സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമുണ്ട്. 365 ദിവസത്തിൽ 7 ദിവസങ്ങളുണ്ട്. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ 7 ദിവസങ്ങളും കൃത്യമായിട്ട് 52 തവണ വരും. എന്നിട്ടൊരു ദിവസം അധികവും വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യതയാണ് നമ്മുടെ ചോദ്യം. അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പായി, എന്തായാലും ഒരു സാധാരണ വർഷത്തിൽ പെർഫെക്റ്റായിട്ട് 52 ഞായറാഴ്ച വരും. പൂർണ്ണമായിട്ടും 52 ഞായറാഴ്ച വരും. നമ്മുടെ ചോദ്യം 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്ര എന്നാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഉറപ്പായിട്ടും ഒരു സാധാരണ വർഷത്തിൽ 52 ഞായറാഴ്ച ഉണ്ട്. ഓക്കെ ആണോ? ശരി. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം സുഹൃത്തുക്കളെ അധികമുണ്ട്, ഒരു ദിവസം അധികമുണ്ട്. ഈ അധികം വരുന്ന ഈ ഒരു ദിവസം ഞായറാഴ്ചയാണെങ്കിൽ മാത്രമേ ഈ വർഷത്തിൽ 53 ഞായർ വരത്തുള്ളൂ. ശരിയല്ലയോ? ഉറപ്പായിട്ടും അധികം നിൽക്കുന്ന ഈ ഒരു ദിവസം ഞായറായെങ്കിൽ മാത്രമേ ഈ ഒരു വർഷത്തിൽ 53 ഞായർ വരത്തുള്ളൂ. എന്തായാലും 52 ഞായറുണ്ട്. അധികം നിൽക്കുന്ന ഈ ഒരു ദിവസം ഞായറായെങ്കിൽ മാത്രമേ ഈ വർഷത്തിൽ 53 ഞായർ വരത്തുള്ളൂ. ശരി, അധികം വരുന്ന ഈ ഒരു ദിവസം ഞായർ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അധികം വരുന്ന ഈ ഒരു ദിവസം ഞായർ തന്നെയാണെന്ന് നമുക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അധികം വരുന്ന ഈ ഒരു ദിവസത്തിന് എന്തെല്ലാം സാധ്യതയുണ്ടെന്ന് നോക്കണം.
അധികം വരുന്ന ഈ ഒരു ദിവസത്തിന് ഏതെല്ലാം സാധ്യതകളുണ്ടെന്ന് നോക്കണം. അപ്പം നമുക്കറിയാം അധികം വരുന്ന ആ ഒരു ദിവസം ഒന്നുകിൽ ഞായറാകാം. മക്കളെ, ഒന്നുകിൽ ഞായറാകാം, അതല്ലെങ്കിൽ തിങ്കളാകാം, അതല്ലെങ്കിൽ ചൊവ്വയാകാം, അതല്ലെങ്കിൽ ബുധനാകാം, അതല്ലെങ്കിൽ വ്യാഴമാകാം, അതല്ലെങ്കിൽ വെള്ളിയാകാം, അതുമല്ലെങ്കിൽ ശനിയാകാം. എന്ന് പറഞ്ഞാൽ അധികം വരുന്ന ഈ ഒരു ദിവസം ഒന്നുകിൽ ഞായർ, അല്ലെങ്കിൽ തിങ്കൾ, അല്ലെങ്കിൽ ചൊവ്വ, അല്ലെങ്കിൽ ബുധൻ, അല്ലെങ്കിൽ വ്യാഴം, അല്ലെങ്കിൽ വെള്ളി, അല്ലെങ്കിൽ ശനി. ഓക്കെ ആണോ? ഇങ്ങനെ ഈ 7 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ആകാം ഇത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അധികം വരുന്ന ഈ ഒരു ദിവസത്തിന് മക്കളെ മൊത്തത്തിൽ 7 സാധ്യതയുണ്ട്. അധികം വരുന്ന ഈ ഒരു ദിവസത്തിന് മൊത്തം 7 സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞായറാകാം, തിങ്കളാകാം, ചൊവ്വയാകാം, ബുധനാകാം, വ്യാഴം, വെള്ളി, ശനി. അപ്പം മനസ്സിലായി, മൊത്തം 7 സാധ്യതകൾ. സുഹൃത്തുക്കളെ, മൊത്തം 7 സാധ്യതകൾ. ശരിയാണോ? നമുക്കറിയാം സാധ്യത കാണുന്നത് എങ്ങനെയായിരുന്നു, പ്രോബിലിറ്റി കാണുന്നത് എങ്ങനെയായിരുന്നു? അനുകൂല ഫലം ബൈ ആകെ ഫലം, ഫേവറബിൾ ബൈ ടോട്ടൽ. ഓർമ്മയുണ്ടോ? എങ്കിൽ മനസ്സിലായി, അധികം വരുന്ന ഈ ഒരു ദിവസത്തിൽ മൊത്തം 7 സാധ്യതയുണ്ട്. മൊത്തത്തിൽ 7 സാധ്യതയുണ്ട്. കണ്ടോ? മൊത്തത്തിൽ 7 സാധ്യതയുണ്ട്. അതായത് 52 ഞായർ എന്തായാലും ഉണ്ട്. അധികം ഒരു ദിവസം വരുന്നുണ്ട്. ഈ ഒരു ദിവസം ഉറപ്പായിട്ട് ഞായർ തന്നെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞായർ വരാം, അങ്ങനെ 7 ദിവസവും വരാം, 7 ദിവസം വരാം. അപ്പോൾ മൊത്തത്തിൽ 7 സാധ്യത. അതിൽ നമുക്ക് വേണ്ടത് ഞായറാകാൻ എത്ര സാധ്യതയുണ്ടെന്നാണ്. എങ്കിൽ മക്കളെ, ഞായറാകാൻ 7 എണ്ണത്തിൽ 1 സാധ്യതയുള്ളൂ. 7 എണ്ണത്തിൽ 1 സാധ്യതയുള്ളൂ. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം 1/7. ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത 1/7. മനസ്സിലായോ? ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത 1/7. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു സാധാരണ വർഷത്തിൽ 53 തിങ്കൾ വരാനുള്ള സാധ്യത സെയിം 1/7. ഒരു സാധാരണ വർഷത്തിൽ 53 ബുധൻ വരാനുള്ള സാധ്യത ഒരു അണുവിടെ വ്യത്യാസമില്ല, 1/7. കാര്യം മക്കളെ, എല്ലാം ഇപ്പോഴും 365 7 കൊണ്ട് ഹരിച്ചാൽ 7 ദിവസം 52 തവണ വരും. എന്നിട്ടൊരു ദിവസം അധികം വരും. അധികം വരുന്ന ഈ ഒരു ദിവസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് 53 വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. 52 തവണ എന്തായാലും വരും. അധികം വരുന്ന ഒരു ദിവസത്തിന് 7 സാധ്യതകളുണ്ട്. മൊത്തം 7 എണ്ണത്തിൽ നമുക്ക് വേണ്ട സാധ്യത ഒരെണ്ണം, ഞായറാവുക എന്നുള്ളത് ഒരെണ്ണം. അപ്പം മൊത്തത്തിൽ 7, അതിലൊന്ന്. ആകെ സാധ്യത താഴെ, അനുകൂലമായ സാധ്യത മുകളിൽ. ശരി ഉത്തരം 1/7. ഓക്കെ ആണോ? അപ്പോൾ ഒരു സാധാരണ വർഷത്തെക്കുറിച്ച് ഏതൊരു ദിവസം ചോദിച്ചാലും ഉത്തരം 1/7 ആയിരിക്കും. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെ: ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്ര? ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത. ഒരു അതിവർഷത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരു അതിവർഷം എന്ന് പറഞ്ഞാൽ 366 ദിവസമുള്ള വർഷത്തെ വിളിക്കുന്ന പേരാണ് അതിവർഷം. 366 ദിവസമുള്ള വർഷത്തെ വിളിക്കുന്ന പേരാണ് അതിവർഷം. എങ്കിൽ 366 ദിവസത്തിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 7 ദിവസങ്ങളും ഞായർ തൊട്ട് ശനി വരെ ഉള്ള 7 ദിവസങ്ങളും എത്ര തവണ വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 7 5 35 ശേഷം ശിഷ്ടം 1 16നകത്ത് 7 2 14 ശിഷ്ടം 2. ഓക്കെ ആണോ? അപ്പം മനസ്സിലായി. ഒരു അതിവർഷത്തിൽ മൊത്തം 366 ദിവസമുണ്ട്. ഈ 366 ദിവസത്തിൽ 7 ദിവസങ്ങളും 52 തവണ വീതം വരും. 7 ദിവസങ്ങളും 52 തവണ വീതം വരും. എന്നിട്ടോ ഒരു 2 ദിവസം അധികം വരും. 2 ദിവസം അധികം വരും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു അതിവർഷത്തിലാണെങ്കിലും 52 ഞായർ ഉറപ്പായിട്ടും വരും. 52 ഞായർ ഉറപ്പായിട്ടും വരും. നമ്മുടെ ചോദ്യം 53ാമതൊരു ഞായർ വരാൻ എത്ര സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അധികം നിൽക്കുന്ന ഈ 2 ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഞായർ ആയെങ്കിലേ 53 ഞായർ വരത്തുള്ളൂ. കാര്യം 52 തവണ എന്തായാലും ഞായറുണ്ട്. അധികം വരുന്ന 2 ദിവസം ഉണ്ടല്ലോ, ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഞായർ ആയെങ്കിലേ ഈ വർഷത്തിൽ 53 ഞായർ വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അധികം നിൽക്കുന്ന 2 ദിവസത്തിൽ ഒരു ദിവസം ഉറപ്പായിട്ടും ഞായറായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല, അത് നടക്കത്തില്ല. അധികം നിൽക്കുന്ന 2 ദിവസത്തിൽ എന്തെല്ലാം സാധ്യതകളുണ്ടെന്ന് നോക്കണം ആദ്യം. അധികം നിൽക്കുന്ന ഈ 2 ദിവസം എന്തായാലും നമുക്കറിയാം അടുത്തടുത്ത 2 ദിവസങ്ങളായിരിക്കും. അധികം നിൽക്കുന്ന ഈ 2 ദിവസത്തിൽ ഒരു ദിവസം ഞായറായെങ്കിൽ മാത്രമേ ആ വർഷത്തിൽ 53 ഞായർ വരത്തുള്ളൂ. എങ്കിൽ ഈ വർഷത്തിന് അല്ലെങ്കിൽ ഈ 2 ദിവസങ്ങൾക്കുള്ള പരമാവധി സാധ്യതകൾ ഞാൻ എഴുതുമ്പം മക്കളെ, ഒന്നുകിൽ ഈ ദിവസം ഞായറും തിങ്കളും ആയിരിക്കാം. അധികം നിൽക്കുന്ന ഈ 2 ദിവസങ്ങൾ അടുത്തടുത്ത 2 ദിവസങ്ങളെ വരത്തുള്ളൂ. അത് ഞായറും തിങ്കളും ആയിരിക്കാം. ശരിയല്ലയോ? അതല്ലെങ്കിൽ തിങ്കളും ചൊവ്വയും ആയിരിക്കാം. അതുമല്ലെങ്കിൽ ചൊവ്വയും
ബുധനും ആയിരിക്കാം. അതുമല്ലെങ്കിൽ ബുധനും വ്യാഴവും ആയിരിക്കാം. അതുമല്ലെങ്കിൽ വ്യാഴവും വെള്ളിയും ആയിരിക്കാം. അതുമല്ലെങ്കിൽ വെള്ളിയും ശനിയും ആയിരിക്കാം. അതുമല്ലെങ്കിൽ ശനിയും ഞായറും ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഞായർ തിങ്കൾ എന്ന് എഴുതണ്ട, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും സാധ്യതയുണ്ടോ? എടാ അധികം നിൽക്കുന്ന ഈ 2 ദിവസങ്ങൾ ജനുവരി ഫെബ്രുവരി ആകും എന്ന് വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല, അധികം നിൽക്കുന്ന 2 ദിവസങ്ങളാണ്. 2 ദിവസങ്ങൾ ജനുവരി ഫെബ്രുവരി ആവുമോ? ആവത്തില്ല. ദിവസങ്ങളും മാസവും അത് ശരിയാണോ? അങ്ങോട്ട് മാച്ച് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അധികം നിൽക്കുന്ന ഈ 2 ദിവസങ്ങൾക്ക് പരമാവധി ഇത്രയും സാധ്യതകളേ ഉള്ളൂ. അല്ലാതെ തിങ്കളും വ്യാഴവും കൂടെ വരുമോ? വരത്തില്ലല്ലോ. കാര്യം അധികം നിൽക്കുന്ന 2 ദിവസം അടുത്തടുത്ത ദിവസങ്ങളായിരിക്കും എന്തായാലും. അപ്പോൾ ഇതിന് പരമാവധി ഇത്രയും സാധ്യതയുള്ളൂ, വേറെ ഒരു തരത്തിലും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെയും മക്കളെ ആകെ സാധ്യതകളുടെ എണ്ണം അല്ലെങ്കിൽ ആകെ ഫലങ്ങളുടെ എണ്ണം നിങ്ങൾ എണ്ണി നോക്കിക്കോ, 7. ആകെ ഫലങ്ങളുടെ എണ്ണം 7. ആകെ ഫലങ്ങളുടെ എണ്ണം 7. അതിൽ നമുക്കെന്ത് വേണമെന്നാണ് പറയുന്നത്? 53 ഞായർ വരണം. എങ്കിൽ എവിടൊക്കെ ഞായർ വരുന്നുണ്ടോ നോക്ക്. അധികം നിൽക്കുന്ന ഈ 2 ദിവസം ഞായർ തിങ്കളാണെങ്കിൽ മക്കളെ ഞായർ വരും. അതുപോലെ ശനി ഞായറാണെങ്കിൽ സുഹൃത്തുക്കളെ ഞായർ വരും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 7 സാധ്യതയുണ്ട്. അപ്പോൾ അധികം നിൽക്കുന്ന ഈ 2 ദിവസം ശനിയും ഞായറും ആണെങ്കിലും ഞായർ വരും, ഞായർ തിങ്കളാണെങ്കിലും ഞായർ വരും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 7 സാധ്യതയിൽ 2 സാധ്യത. നമ്മുടെ ശരി ഉത്തരം 2/7. നമ്മുടെ ശരി ഉത്തരം 2/7. മനസ്സിലായോ? ക്ലിയറായി കാണുമെന്ന് കരുതട്ടെ. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു അതിവർഷത്തിൽ 53 ബുധൻ വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം ചൊവ്വ ബുധൻ വ്യാഴം. അവിടെയും ഉത്തരം 2/7. ഒരു അതിവർഷത്തിൽ 53 വെള്ളി വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം 2/7. ഒരു അതിവർഷത്തിൽ 53 തിങ്കൾ വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം 2/7. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്ക്, ഒരു അതിവർഷത്തെക്കുറിച്ച് ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങളിൽ ഏത് ദിവസമാണെങ്കിലും, അതായത് എന്ത് കുന്തം ദിവസം ചോദിച്ചാലും ഉത്തരം 2/7 ആയിരിക്കും. ക്ലിയർ ആണേ? മനസ്സിലായെന്ന് കരുതട്ടെ. അപ്പം നല്ല 2 ബോളുകളാണ് ഇതുവരെ ഞാൻ എറിഞ്ഞത്. തൊട്ടടുത്ത ബോൾ ഇനി എത്രത്തോളം ക്രൂഷ്യൽ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ സൂപ്പർ ഓവർ 7ാമത്തെ എപ്പിസോഡിലെ 2ാമത്തെ ബോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്രൂഷ്യൽ ആയിരുന്നിരിക്കാം, ചിലപ്പോൾ അല്ലായിരുന്നിരിക്കാം. എങ്കിൽ നമുക്ക് അടുത്ത ബോളിലോട്ട് പോകാം. തൊട്ടടുത്ത ബോൾ ഇങ്ങനെയാണ്. നമ്മുടെ അടുത്തിടെ നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം, ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ് മക്കളെ. ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ, 53 നേരത്തെ നമ്മൾ തൊട്ടുമുമ്പ് കണ്ട ചോദ്യം ഇത് വരുന്നത്, ഒരു അതിവർഷത്തിൽ 53 ചൊവ്വ വരാനുള്ള സാധ്യത എത്ര? അതല്ലെങ്കിൽ ഒരു അതിവർഷത്തിൽ 53 ബുധൻ വരാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദ്യം. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത എത്ര എന്നാ ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, നമ്മൾ നേരത്തെ അതിവർഷത്തെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതാണ് 366നെ 7 കൊണ്ട് ഹരിക്കും. അതിവർഷമാണ്. 7 5 തവണ 35, ശിഷ്ടം 1. 16-നകത്തിൽ 7 2 തവണ 14, ശിഷ്ടം 2 എന്ന് പറഞ്ഞാൽ ഒരു അതിവർഷത്തിൽ എന്തായാലും 52 ചൊവ്വ കാണും, 52 ബുധൻ കാണും. എന്നിട്ടോ ഒരു 2 ദിവസം അധികം വരും. ശരി, ഈ 2 ദിവസത്തിൻ്റെ പരമാവധി സാധ്യതകൾ നമ്മൾ അങ്ങോട്ട് എഴുതുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് പറയുന്നില്ല, നേരെ ഇങ്ങ് പറയുക. അപ്പം ആ ദിവസങ്ങളുടെ സാധ്യത മക്കളെ, ഞായർ തിങ്കളാകാം, തിങ്കൾ ചൊവ്വയാകാം, അല്ലേ? ചൊവ്വ ബുധനാകാം, അതുപോലെ ബുധൻ വ്യാഴമാകാം, അതുപോലെ വ്യാഴം വെള്ളിയാകാം, വെള്ളി ശനിയാകാം, ശനി ഞായറാകാം. ഓക്കെ, വീണ്ടും ഞായർ തിങ്കൾ എഴുതണ്ടല്ലോ, കാര്യം ഞായർ തിങ്കൾ കിടപ്പുണ്ട്. അപ്പോൾ മനസ്സിലായി, അധികം നിൽക്കുന്ന ഈ 2 ദിവസങ്ങൾ ഇത്രയും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്ക്, അതിവർഷത്തെക്കുറിച്ച് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങളിലും ഇത്രയും സാധ്യതയെ വരത്തുള്ളൂ. കാര്യം അധികം 2 ദിവസം നിൽക്കുന്നതുകൊണ്ട് ഇത്രയും സാധ്യതയെ വരത്തുള്ളൂ. അപ്പോഴും നമ്മുടെ ആകെ ഫലങ്ങളുടെ എണ്ണം മക്കളെ, ആകെ ഫലങ്ങളുടെ എണ്ണം താഴെ വരണം. സാധ്യത കണ്ടുപിടിക്കുന്ന എങ്ങനാ? അനുകൂല ഫലം ബൈ ആകെ ഫലം, അനുകൂല ഫലം ബൈ ആകെ ഫലം. എങ്കിൽ ആകെ ഫലം സാധാരണ വർഷത്തിലെ ചോദ്യമാണെങ്കിലും അതിവർഷത്തിലെ ചോദ്യമാണെങ്കിലും ആകെ ഫലം താഴെ വരണം, അത് 7.
ആകെ ഫലം താഴെ വരണം, അത് 7. അത് ഓക്കെയാണോ? ശരി, അതെഴുതി. ഇനി നമ്മുടെ ചോദ്യം എന്തുവാ? ഒരതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത. 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത എന്നാണ് ചോദ്യം. ഒന്നുകിൽ 53 ചൊവ്വയോ അല്ലെങ്കിൽ 53 ബുധനോ വരാനുള്ള സാധ്യത. അപ്പോൾ ആകെ സാധ്യതകളുടെ എണ്ണം 7. ആകെ സാധ്യതകളുടെ എണ്ണം 7. ഓക്കെയാണോ? ശരി, നമ്മുടെ ചോദ്യം എന്തുവാ? ഒരതിവർഷത്തിൽ 53 ചൊവ്വയോ, കേട്ടോണേ, 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത. 53 ചൊവ്വയോ 53 ബുധനോ എന്ന് പറഞ്ഞാൽ മക്കളെ ഓറിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. യോ ക്വസ്റ്റ്യൻസാ, ശരിയില്ലയോ? ചൊവ്വയോ ബുധനോ, ചൊവ്വയോ ബുധനോ എന്ന് പറഞ്ഞാൽ മക്കളെ ചൊവ്വ വന്നാലും പ്രശ്നമില്ല, ബുധൻ വന്നാലും കുഴപ്പമില്ല എന്നാണ് അവരുടെ മട്ട്, എന്നാണ് അവർ പറയുന്നത്. എടാ 53 ചൊവ്വയോ, ചൊവ്വ വന്നാലും കുഴപ്പമില്ല, 53 ബുധനോ, ചൊവ്വയോ ബുധനോ, ഇതാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മുടെ വീട്ടിലെ അച്ഛൻ പറയുകയാണ് എന്താ നിൻ്റെ കൂട്ടുകാരിൽ ഇന്നവനും ഇന്നവനും, അരുണും കിരണും മാത്രം ഇവിടെ വന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അരുണോ കിരണോ വന്നാൽ കുഴപ്പമില്ല, അരുണോ കിരണോ വന്നാൽ കുഴപ്പമില്ല, മറ്റാര് വന്നാലും പ്രശ്നമാണ്, അരുണോ കിരണോ വന്നാൽ ഇവിടെ കുഴപ്പമില്ല, ബാക്കി ആരെയും ഞാൻ വീട്ടിൽ കയറ്റത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞാൽ അതേ ഒരു അവസ്ഥയാണ് ഇവിടെയും. നോക്കിയ മക്കളെ, 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ചൊവ്വ വന്നാലും കുഴപ്പമില്ല, ബുധൻ വന്നാലും കുഴപ്പമില്ല, ചൊവ്വ വന്നാലും കുഴപ്പമില്ല, ബുധൻ വന്നാലും കുഴപ്പമില്ല. മനസ്സിലായോ? ശരി, എങ്കിൽ നമുക്ക് മനസ്സിലായി ഞായർ തിങ്കളിൻ്റെ കൂടെ ചൊവ്വയും ഇല്ല ബുധനും ഇല്ല. തിങ്കൾ ചൊവ്വാടെ കൂടെ ദാ അവർ പറയുന്ന ചൊവ്വയുണ്ട്. എടാ ചൊവ്വയോ ബുധനോ വന്നാൽ മതി. അപ്പം തിങ്കൾ ചൊവ്വാടെ കൂടെ ഒരു ചൊവ്വയുണ്ട്. അപ്പം ചൊവ്വയുടെ കൂടെ തിങ്കൾ വരുന്നതുകൊണ്ട് തിങ്കളിനെ അച്ഛനൊന്നും പറയത്തില്ല, വഴക്ക് പറയത്തില്ല. കാര്യം ചൊവ്വയെ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അച്ഛൻ മോഹം കറപ്പിക്കത്തില്ല ചൊവ്വയുടെ. അതുകൊണ്ട് തിങ്കൾ കൂടെ വന്നാലും കുഴപ്പമില്ല, ചൊവ്വയോ ബുധനോ. അപ്പം ചൊവ്വ വന്നാലും കുഴപ്പമില്ല, ബുധൻ വന്നാലും കുഴപ്പമില്ല, ചൊവ്വയോ ബുധനോ ഓറിട്ട് ചോദിക്കുമ്പോൾ മക്കളെ അത് വന്നാലും ഇത് വന്നാലും കുഴപ്പമില്ലെന്നാ, അത് വന്നാലും ഇത് വന്നാലും കുഴപ്പമില്ലെന്നാ. ചൊവ്വയോ ബുധനോ. അപ്പം തിങ്കളും ചൊവ്വയുടെ കൂടെ ചൊവ്വയുണ്ട്. ചൊവ്വ ബുധൻ്റെ കൂടെ അച്ഛൻ ഇഷ്ടപ്പെട്ട ചൊവ്വയും ഉണ്ട് ബുധനും ഉണ്ട്, 2 പേരും ഉണ്ട്. ഒരു കുഴപ്പമില്ല. ബുധനും വ്യാഴത്തിൻ്റെ കൂടെ ബുധനുണ്ട്, ബുധൻ, ഒരു കുഴപ്പമില്ല. അപ്പം ചൊവ്വയോ ബുധനോ വരാനുള്ള സാധ്യത എത്രയെന്നാണ് ചോദിക്കുന്നത്? ചൊവ്വയോ ബുധനോ എന്ന് പറഞ്ഞാൽ ചൊവ്വ വന്നാലും കുഴപ്പമില്ല, ബുധൻ വന്നാലും കുഴപ്പമില്ല, ചൊവ്വയോ ബുധനോ. അപ്പം തിങ്കൾ ചൊവ്വയുടെ കൂടെ ചൊവ്വ വരും, ചൊവ്വ ബുധൻ്റെ കൂടെ ചൊവ്വയും വരും ബുധനും വരും, ഒരു കുഴപ്പമില്ല. ബുധൻ വ്യാഴത്തിൻ്റെ കൂടെ ബുധൻ വരും, വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ മൊത്തം 7 എണ്ണത്തിൽ 3 എണ്ണം, മൊത്തം 7 എണ്ണത്തിൽ 3 സാധ്യത. നമ്മുടെ ശരി ഉത്തരം 3/7. നമ്മുടെ ശരി ഉത്തരം 3/7 ആണ്. മനസ്സിലായോ? എങ്കിൽ ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ ശരി ഉത്തരം 3/7. നമ്മുടെ റൈറ്റ് ആൻസർ 3/7. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു അതിവർഷത്തിൽ 53 മക്കളെ കേട്ടോണേ ചൊവ്വയോ 53 ബുധനോ 53 വ്യാഴമോ വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്കറിയാം ആകെ സാധ്യത 7. ആകെ സാധ്യത 7. ചോദ്യം 53 ചൊവ്വയോ 53 ബുധനോ 53 വ്യാഴമോ, ചൊവ്വയോ ബുധനോ വ്യാഴമോ ആര് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ നോക്ക്, തിങ്കൾ ചൊവ്വയുടെ കൂടെ ഒരു ചൊവ്വയുണ്ട്, ചൊവ്വ ബുധൻ്റെ കൂടെ ചൊവ്വയുണ്ട് ബുധനും ഉണ്ട്, ബുധൻ വ്യാഴത്തിൻ്റെ കൂടെ ബുധനും ഉണ്ട് വ്യാഴവും ഉണ്ട്, വ്യാഴം വെള്ളിയുടെ കൂടെ വ്യാഴമുണ്ട്. അപ്പോൾ ചൊവ്വയോ ബുധനോ വ്യാഴമോ എന്നാ ചോദിക്കുന്നത്. ചൊവ്വ വന്നാൽ കുഴപ്പമില്ല, തിങ്കൾ ചൊവ്വയുടെ കൂടെ ചൊവ്വയുണ്ട്, ചൊവ്വ ബുധൻ്റെ കൂടെ ചൊവ്വയുണ്ട് ബുധനും ഉണ്ട്, ബുധൻ വ്യാഴത്തിൻ്റെ കൂടെ ബുധനുണ്ട് വ്യാഴമുണ്ട്, വ്യാഴം വെള്ളിയുടെ കൂടെ വ്യാഴമുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 7 എണ്ണത്തിൽ 4 സാധ്യത. എങ്കിൽ ദാ ചൊവ്വയോ ബുധനോ വ്യാഴമോ വരാനുള്ള സാധ്യത 4/7. മനസ്സിലായോ? ക്ലിയർ ആയോ? ശരി, ദാ എങ്കിൽ ചോദ്യം ഇങ്ങനെയാണെന്നിരിക്കട്ടെ. നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരിക്കട്ടെ. ഒരു സാധാരണ വർഷത്തിൽ 53 തിങ്കളോ 53 ബുധനോ 53 വെള്ളിയോ, എടാ ഓറിട്ടാ ചോദിക്കുന്നത്, 53 തിങ്കളോ 53 ബുധനോ 53 വെള്ളിയോ വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ അവിടെയും നമ്മുടെ ആകെ സാധ്യത 7. 53 തിങ്കളോ. അപ്പം ഞായർ തിങ്കളിൻ്റെ കൂടെ മക്കളെ തിങ്കളുണ്ട്, തിങ്കൾ ചൊവ്വയുടെ കൂടെയും തിങ്കളുണ്ട്. ഓക്കെ, അപ്പം 53 തിങ്കൾ വന്നാൽ പ്രശ്നമില്ല. 53 ബുധനോ, അപ്പം ചൊവ്വ ബുധൻ്റെ കൂടെ ബുധനുണ്ട്, ബുധൻ വ്യാഴത്തിൻ്റെ കൂടെ ബുധനുണ്ട്. 53 ബുധനോ
53 വെള്ളിയോ? അപ്പോൾ വ്യാഴം വെള്ളിയുടെ കൂടെ വെള്ളിയുണ്ട്, വെള്ളി ശനിയുടെ കൂടെ വെള്ളിയുണ്ട്. ഓക്കെ, വരാനുള്ള സാധ്യത 53 തിങ്കളോ, 53 ബുധനോ, 53 വെള്ളിയോ. എണ്ണി നോക്ക്, മൊത്തത്തിൽ 6 സാധ്യത. 7-ൽ 6 സാധ്യത. നമ്മുടെ ശരി ഉത്തരം 6/7. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ. എന്നാൽ ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്ത് വരുന്നു? ഇനി നമ്മുടെ യഥാർത്ഥ ചോദ്യത്തിലോട്ട് വരാം. ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത. ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ. അപ്പോൾ അതാ നോക്കി, തിങ്കൾ ചൊവ്വയുടെ കൂടെ ഒരു ചൊവ്വയുണ്ട്, ചൊവ്വ ബുധൻ്റെ കൂടെ ഒരു ചൊവ്വയുണ്ട്, ബുധനുമുണ്ട്, ബുധൻ വ്യാഴത്തിൻ്റെ കൂടെ ബുധനുണ്ട്. എങ്കിൽ 53 ചൊവ്വയോ 53 ബുധനോ എന്ന് പറഞ്ഞാൽ ചൊവ്വ വരുന്നതും എടുക്കണം, ബുധൻ വരുന്നതും എടുക്കണം. മൊത്തത്തിൽ 3 എണ്ണം. 7-ൽ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. ശരി, എങ്കിൽ ദാ നമ്മുടെ അടുത്ത ചോദ്യം. ഒരു സാധാരണ വർഷത്തിൽ 53 ബുധനോ 53 വ്യാഴമോ വരാനുള്ള സാധ്യത. ഒരു സാധാരണ വർഷത്തിൽ 53 ബുധനോ 53 വ്യാഴമോ വരാനുള്ള സാധ്യത. മക്കളെ, സാധാരണ വർഷത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ചെയ്യാം. 365 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. ശിഷ്ടം 1 വന്നു കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ ഒന്നുകിൽ ഞായറാകാം, അല്ലെങ്കിൽ തിങ്കളാകാം, അല്ലെങ്കിൽ ചൊവ്വയാകാം, അല്ലെങ്കിൽ ബുധൻ, അല്ലെങ്കിൽ വ്യാഴം, അതും അല്ലെങ്കിൽ വെള്ളി. ഓക്കെ, വെള്ളി, അതും അല്ലെങ്കിൽ ശനി. ഇതിൽ 7 എണ്ണം ഏതെങ്കിലും ആകാം. അപ്പോൾ നമുക്കറിയാം മൊത്തം സാധ്യത 7. മൊത്തം സാധ്യത 7. ഓക്കെ ആണോ? അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ 53 ബുധനോ എന്ന് പറഞ്ഞാൽ ബുധൻ വന്നാലും പ്രശ്നമില്ല, വ്യാഴം വന്നാലും പ്രശ്നമില്ല. 53 വ്യാഴമോ, വ്യാഴം വന്നാലും പ്രശ്നമില്ല, ബുധൻ വന്നാലും പ്രശ്നമില്ല, വ്യാഴം വന്നാലും പ്രശ്നമില്ല എന്ന മട്ടിലാണ് അവർ. ഓക്കെ ആണോ? 53 ബുധനോ 53 വ്യാഴമോ വരാനുള്ള സാധ്യത. നമുക്കറിയാം മൊത്തം സാധ്യത 7. മൊത്തം സാധ്യത 7. ബുധനോ വ്യാഴമോ. അപ്പോൾ ബുധൻ വന്നാൽ പ്രശ്നമില്ല, ബുധൻ വന്നാൽ പ്രശ്നമില്ല. വ്യാഴമോ, വ്യാഴം വന്നാൽ പ്രശ്നമില്ല. അപ്പോൾ ബുധൻ വന്നാലും പ്രശ്നമില്ല, വ്യാഴം വന്നാലും പ്രശ്നമില്ല. ബുധൻ ഒരു വട്ടം, വ്യാഴം ഒരു വട്ടം, മൊത്തം 1 2 വട്ടം. നമ്മുടെ ശരി ഉത്തരം 2/7. ശരി ഉത്തരം 2/7. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? ഇനി ചോദ്യം ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറോ 53 ചൊവ്വയോ 53 വ്യാഴമോ വരാനുള്ള സാധ്യത. ഒരു സാധാരണ വർഷത്തിൽ അപ്പോഴും മനസ്സിലായി, ആകെ സാധ്യത 7. ഒരു സാധാരണ വർഷത്തിൽ 53 ഞായറോ 53 ചൊവ്വയോ 53 വ്യാഴമോ എന്ന് പറഞ്ഞാൽ മക്കളെ, ഞായർ വന്നാൽ കുഴപ്പമില്ല, ചൊവ്വ വന്നാൽ കുഴപ്പമില്ല, വ്യാഴം വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 3 എണ്ണം. ഇതിനകത്തിൽ ആര് വന്നാലും പ്രശ്നമില്ലെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ശരി ഉത്തരം 3/7 എന്ന് വന്നേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്തുവാ? ഒരു സാധാരണ വർഷത്തിൽ 53 ബുധനോ 53 വ്യാഴമോ, 53 ബുധനോ 53 വ്യാഴമോ. അപ്പോൾ സാധാരണ വർഷമാകുമ്പോൾ നമുക്കറിയാം അധികം വരുന്ന ഒരു ദിവസം ഒന്നുകിൽ ഞായർ, അല്ലെങ്കിൽ തിങ്കൾ, അല്ലെങ്കിൽ ചൊവ്വ, അല്ലെങ്കിൽ ബുധൻ, അല്ലെങ്കിൽ വ്യാഴം, അല്ലെങ്കിൽ വെള്ളി, അല്ലെങ്കിൽ ശനി എന്നിങ്ങനെ വരത്തുള്ളൂ. അതിൽ ചൊവ്വയാകുന്നത് ഒരു തവണ, ബുധനാകുന്നത് ഒരു തവണ, വ്യാഴമാകുന്നത് ഒരു തവണ. ബുധൻ വന്നാലും വ്യാഴം വന്നാലും പ്രശ്നമില്ലെങ്കിൽ മൊത്തത്തിൽ 2 എണ്ണം വന്നാൽ പ്രശ്നമില്ല. 2/7 ആണ് ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യം പരിശോധിച്ചാലോ? അടുത്ത ചോദ്യം ഇങ്ങനെ. ഒരതിവർഷത്തിൽ 53 ചൊവ്വയും 53 ബുധനും വരാനുള്ള സാധ്യത. കിടലൻ ചോദ്യമാണ്. നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡ് 7-ലെ 5ാമത്തെ ബോളാണ്. ഒരു പക്ഷേ ഒരു ഫുൾ ലെങ്ത് ബോൾ, കിടിലൻ ബോളാണ്. നോക്ക്, ഒരതിവർഷത്തിൽ 53 ചൊവ്വയും, നോട്ട് ചെയ്യണം, 53 ചൊവ്വയും 53 ബുധനും വരാനുള്ള സാധ്യത. 53 ചൊവ്വയും 53 ബുധനും വരാനുള്ള സാധ്യത. 53 ചൊവ്വയും 53 ബുധനും വരാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ ചെയ്ത ചോദ്യവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? വ്യത്യാസം വളരെ 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 പ്രകടമാണ്. എന്താ? അവിടെ ചൊവ്വയോ ബുധനോ ഓറിട്ടായിരുന്ന മക്കളെ ചോദ്യം. ഇവിടെ ചൊവ്വയും ബുധനും എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്ക്, ഒരു അതിവർഷത്തിൻ്റെ കാര്യമാണ്. ഞാൻ വീണ്ടും 366 7 കൊണ്ട് ഹരിച്ചൊന്നും കാണിക്കണ്ടല്ലോ. ശിഷ്ടം 2 വരും നമുക്കറിയാം. എങ്കിൽ ഞാൻ അവിടുത്തെ പരമാവധി സാധ്യതകളൊന്ന് എഴുതി കാണിക്കട്ടെ. അവിടുത്തെ പരമാവധി സാധ്യതകൾ ഇങ്ങനെയാണ് മക്കളെ. ഒന്നുകിൽ അധികം വരുന്ന ആ 2 ദിവസങ്ങൾ ഞായറും തിങ്കളുമാകാം, അതല്ലെങ്കിൽ അധികം വരുന്ന 2 ദിവസങ്ങൾ തിങ്കളും ചൊവ്വയുമാകാം,
അതുമല്ലെങ്കിൽ അധികം വരുന്ന 2 ദിവസങ്ങൾ ചൊവ്വയും ബുധനുമാകാം. അതുമല്ലെങ്കിൽ ബുധനും വ്യാഴവുമാകാം. അതുമല്ലെങ്കിൽ വ്യാഴവും വെള്ളിയുമാകാം. അതുമല്ലെങ്കിൽ വെള്ളിയും ശനിയുമാകാം. അതുമല്ലെങ്കിൽ ശനിയും ഞായറുമാകാം. ഓക്കെയാണോ? ഇത്രയുമാണ് സാധ്യതകൾ. ഞായർ തിങ്കൾ വീണ്ടും എഴുതേണ്ട കാര്യം ഞായർ തിങ്കളുണ്ട്. അപ്പം മനസ്സിലായി, ഒരു അതിവർഷത്തിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ മൊത്തം സുഹൃത്തുക്കളെ 7 സാധ്യത. മൊത്തം 7 സാധ്യത എന്ന് പറഞ്ഞാൽ ആകെ ഫലങ്ങളുടെ എണ്ണം 7. ആകെ ഫലങ്ങളുടെ എണ്ണം 7. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ നോക്ക്, എന്തോ നമ്മുടെ ചോദ്യം. 53 ചൊവ്വയും, നോക്ക്, 53 ചൊവ്വയും പ്രത്യേകം ശ്രദ്ധിക്ക്, ചൊവ്വയും ബുധനും വരാനുള്ള സാധ്യത. കഴിഞ്ഞതിനകത്തിൽ ചൊവ്വയോ ബുധനോ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ചൊവ്വ വന്നാലും സുഹൃത്തുക്കളെ പ്രശ്നമില്ല, ബുധൻ വന്നാലും പ്രശ്നമില്ല എന്നായിരുന്നു മട്ട്. എന്നാൽ ഇവിടെ അങ്ങനല്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കൂട്ടുകാർ 2 പേര് വരുവാണെങ്കിൽ അത് ചൊവ്വയും ബുധനും ആയിരിക്കണം. വേറെ ഒരുത്തൻ കൂടെ വന്നാൽ പോലും ഞാൻ മുട്ടുകാർ തല്ലി പിടിക്കുമെന്ന്. ശരി, എങ്കിൽ ചൊവ്വയും ബുധനും നിങ്ങൾ നോക്ക്. എടാ, ചൊവ്വയും ബുധനും തന്നെ വരണം. ഒരതിവർഷത്തിൽ 53 ചൊവ്വയും 53 ബുധനും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ. ചൊവ്വയും ബുധനോടെ വരുന്ന ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ. നമ്മുടെ ശരി ഉത്തരം ദാ 1/7. നമ്മുടെ ശരി ഉത്തരം 1/7. നമ്മുടെ ശരി ഉത്തരം 1/7. മനസ്സിലായോ? മൊത്തത്തിൽ 7 എണ്ണത്തിൽ ഒരു തവണ മാത്രമേ ചൊവ്വയും ബുധനും കൂടെ വരത്തുള്ളൂ. എന്നാൽ ചൊവ്വയോ ബുധനോ എന്നായിരുന്നു ചോദ്യമെങ്കിൽ ചൊവ്വ വരുന്നത് മൊത്തം എടുക്കാം, ബുധൻ വരുന്നത് മൊത്തം എടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ ചൊവ്വ വരും, ഇവിടെ ചൊവ്വയും ബുധനും വരും, ഇവിടെ ബുധൻ വരും. അങ്ങനെ ആയിരുന്നെങ്കിൽ 3/7 ആയനെ. എന്നാൽ ഇവിടുത്തെ ചോദ്യം അങ്ങനെയല്ല. ചൊവ്വയോ ബുധനോ എന്ന എങ്കിൽ ചൊവ്വയും ബുധനും കൂടെ വരുന്ന ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ, 1/7. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഒരതിവർഷത്തിൽ 53 വ്യാഴവും 53 വെള്ളിയും വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ മക്കളെ, വ്യാഴവും വെള്ളിയും കൂടെ വരുന്ന ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ, 1/7. ഒരതിവർഷത്തിൽ 53 ശനിയും 53 ഞായറും വരാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാലും 1/7. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. അപ്പം ചൊവ്വയോ ബുധനോ എന്ന ചോദ്യവും ചൊവ്വയും ബുധനും എന്ന ചോദ്യവും മനസ്സിലായോ? അവിടെ ഓറായിരുന്നു, എന്നാൽ ഇവിടെ അങ്ങനല്ല, ആൻഡിട്ടാ ചോദിക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡ് 7-ലെ 6ാമത്തെ ബോളിലോട്ട് കിടക്കുന്നു. ലാസ്റ്റ് ബോൾ ഇങ്ങനെയാണ്. ഇതാ നമ്മുടെ ലാസ്റ്റ് ബോളിലെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. ഇതിൽ നിന്നും ഒരു പേപ്പർ എടുത്താൽ അത് ഇരട്ട സംഖ്യയോ 5ൻ്റെ ഗുണിതമോ വരാനുള്ള സാധ്യത എത്ര? മക്കളെ, ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. ഇതിൽ നിന്നും നമ്മളൊരു പേപ്പർ കഷ്ണം എടുക്കുന്നു, തുറന്നു നോക്കുന്നു. എങ്കിൽ അത് ഇരട്ട സംഖ്യയോ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ആയാലും കുഴപ്പമില്ല, 5ൻ്റെ ഗുണിതമായാലും കുഴപ്പമില്ല. എങ്കിൽ അത് വരാനുള്ള സാധ്യത എത്ര എന്നാ ചോദിക്കുന്നത്. കണ്ടോ, നിങ്ങൾ നോക്ക്. ദാ ഇരട്ട സംഖ്യയോ 5ൻ്റെ ഗുണിതമോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഇരട്ട സംഖ്യ ആയാലും കുഴപ്പമില്ല, 5ൻ്റെ ഗുണിതമായാലും കുഴപ്പമില്ല എന്നാണ് അവരുടെ മട്ട്. ശരി, നമുക്കറിയാം ഒരു പെട്ടിയിൽ എന്താ 1 മുതൽ 10 വരെ എഴുതിയിട്ടിരിക്കുക. 1 മുതൽ 10 വരെ ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെ എഴുതിയിട്ടിരിക്കുന്നു. നമുക്കറിയാം ഈ പെട്ടിയിലോട്ട് എന്തിനു വേണ്ടി കൈയിട്ടാലും, അത് ഇരട്ട സംഖ്യ കിട്ടാനും, ഒറ്റ സംഖ്യ കിട്ടാനും, 5ൻ്റെ ഗുണിതം കിട്ടാനും, 3ൻ്റെ ഗുണിതം കിട്ടാനും, അഭാജ്യ സംഖ്യ കിട്ടാനും, ഭാജ്യ സംഖ്യ കിട്ടാനും, എന്ത് ഭണ്ഡാരം കിട്ടാനാണെങ്കിലും ഇതിനകത്തോട്ട് നമ്മൾ കൈയിട്ട നമ്മുടെ കയ്യിൽ ആകെ എത്ര പേപ്പർ കഷ്ണങ്ങൾ തടയും? പറ. 10 പേപ്പർ കഷ്ണങ്ങൾ തടയും. മറ്റെൻ്റെ ഓർമ്മയില്ല, 10 പേപ്പർ കഷ്ണങ്ങൾ തടയും. ശരിയാണോ? കാര്യം 1 മുതൽ 10 വരെ എഴുതിയിട്ടിരിക്കുന്ന 10 പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി, ഇവിടുത്തെ ആകെ ഫലങ്ങളുടെ എണ്ണം 10. 1 മുതൽ 10 വരെ എഴുതിയിട്ടിരിക്കുന്ന 10 പേപ്പർ കഷ്ണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആകെ ഫലങ്ങളുടെ എണ്ണം 10. ഇതൊക്കെയാണേ, ആകെ ഫലങ്ങളുടെ എണ്ണം 10. ഇനി നമ്മുടെ ചോദ്യം, അങ്ങനെ നമ്മൾ ഇതിനകത്ത് നിന്നൊരു പേപ്പർ കഷ്ണം എടുക്കുമോ? അങ്ങനെ എടുക്കുമ്പം അത് ഇരട്ട സംഖ്യയാകാനോ 5ൻ്റെ ഗുണിതമാകാനോ ഉള്ള സാധ്യത. ഇരട്ട സംഖ്യയോ 5ൻ്റെ ഗുണിതമോ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ആയാലും കുഴപ്പമില്ല,
5ൻ്റെ ഗുണിതമായാലും കുഴപ്പമില്ല. എങ്കിൽ മക്കളെ ഞാൻ ആദ്യം ഇരട്ട സംഖ്യകളൊന്ന് എഴുതി കാണിച്ചു തരാം. 1 മുതൽ 10 വരെ എഴുതിയിട്ടിരിക്കുമ്പം അതിനകത്ത് ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10. 2, 4, 6, 8, 10. ഈ 5 പേര് വന്നാലും കുഴപ്പമില്ല. ഇനി 5ൻ്റെ ഗുണിതങ്ങൾ ആരൊക്കെയാണ്? 5ൻ്റെ ഗുണിതങ്ങൾ 5ൻ്റെ ഗുണിതമോ ആകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇരട്ട സംഖ്യ ആയാലും കുഴപ്പമില്ല, 5ൻ്റെ ഗുണിതമായാലും കുഴപ്പമില്ല. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങൾ 1 മുതൽ 10 വരെ നമുക്കറിയാം. 5 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് പെട്ടെന്ന് പറയും 3, 2, 5, 5, 2, 7. മൊത്തം ഈ 7 പേര് വന്നാലും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ നിങ്ങൾ നോക്ക്, രണ്ടിടത്തും കോമണായിട്ടൊരുത്തനെ കാണാൻ പറ്റും. കാണാൻ പറ്റും. ഇരട്ട സംഖ്യയുടെ കൂട്ടത്തിലും 5ൻ്റെ ഗുണിതത്തിൻ്റെ കൂട്ടത്തിലും ഒരുത്തൻ കോമണാ. ആരാ? 10. നമ്മളെന്തായാലും 1 മുതൽ 10 വരെ എഴുതിയിട്ടേക്കുമ്പം 10 എന്ന സംഖ്യ 2 തവണ എഴുതിയിടുവോ? ഇല്ല, ഒറ്റ തവണ എഴുതിയിടത്തുള്ളൂ. അപ്പം ഇരട്ട സംഖ്യയുടെ കൂട്ടത്തിൽ 10 എങ്ങനെ വന്നാലും അത് ഇരട്ട സംഖ്യയുമാണ്, 5ൻ്റെ ഗുണിതവുമാണ്. എന്തായാലും 2 10 ഇല്ലല്ലോ. 2 10 ഇല്ല. അപ്പോൾ 2 10 കിടക്കുന്നതിനകത്തിൽ 10നെ എവിടെയെങ്കിലും ഒരിടത്തുനിന്ന് ഒഴിവാക്കിയാൽ മതി. ശരി, 10നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി. അപ്പോൾ 2, 4, 6, 8, 10 വരുമ്പം 10 ആണ് നമ്മൾ പേപ്പർ എടുക്കുന്നതെങ്കിൽ 10 വന്നാൽ അത് 5ൻ്റെ ഗുണിതമായിട്ടും വേണേൽ പരിഗണിക്കാം, ഇരട്ട സംഖ്യയായിട്ടും പരിഗണിക്കാം. പിന്നെ 5 കൂടെ. അപ്പം 5 വന്നാലും കുഴപ്പമില്ല. ആരൊക്കെ വന്നാൽ കുഴപ്പമില്ല? 2, 4, 6, 8, 10 ഇവർ വന്നാലും കുഴപ്പമില്ല. പിന്നെ 5 വന്നാലും കുഴപ്പമില്ല. പിന്നെ 10 എടുക്കണ്ടല്ലോ, കാര്യം 10 ആൾറെഡി ഉണ്ട്. 10നെ 2 വട്ടം എടുക്കണ്ടല്ലോ, വേണ്ട. അപ്പം മൊത്തം നോക്കിയേ മക്കളെ, ഇരട്ട സംഖ്യയോ 5ൻ്റെ ഗുണിതമോ വരാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 വന്നാൽ കുഴപ്പമില്ല. പിന്നെ 5, 10 വന്നാൽ കുഴപ്പമില്ല. 10 രണ്ടിടത്തും വന്നുകൊണ്ട് 10നെ ഒരിടത്ത് മാത്രം പരിശോധിച്ചാൽ മതി, അല്ലെങ്കിൽ പരിഗണിച്ചാൽ മതി. 10നെ ഒരിടത്ത് മാത്രം പരിഗണിക്കുമ്പോൾ ഞാൻ ഒരിടത്തുനിന്ന് വെട്ടിക്കളഞ്ഞ് ഇവിടെ 10 കിടപ്പുണ്ട്, അത് മതി, ഒരിടത്ത് മതി അവൻ. എങ്കിൽ 2, 4, 5, 5, 1, 6. മൊത്തത്തിൽ 10ലെ 6 പേര് വന്ന ഒരു കുഴപ്പമില്ല. 1 മുതൽ 10 വരെ എഴുതിയിട്ടിരിക്കുന്ന ഈ പെട്ടിക്കകത്ത് നിന്ന് നമ്മളൊരുത്തനെ എടുക്കുമ്പം ഈ 6 പേര് വന്നാൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? എങ്കിൽ 10ൽ 6 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ വെട്ടാൻ പറ്റും. വെട്ടിക്കളയുമ്പോൾ നമ്മുടെ ശരി ഉത്തരം 3. 6നകത്ത് 2 എന്ന സംഖ്യ 3 വെട്ടം, 10നകത്ത് 5 വെട്ടം. നമ്മുടെ ശരി ഉത്തരം 3/5 എന്ന് വരും. ശരി ഉത്തരം 3/5. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? അപ്പം പ്രോബബിലിറ്റിക്കകത്തിലെ ഒരു സൂപ്പർ 6 ആണ് നിങ്ങളിത് കണ്ടത്. സൂപ്പർ 6 ബോളുകൾ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ബാറ്റർക്ക് മാത്രം സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ബോളുകളാണ് ഞാൻ ഇന്ന് എറിഞ്ഞത്. അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റി, ഏതെല്ലാം ബോളുകൾ അടിച്ച് 6 അടിക്കാൻ പറ്റി എന്നുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ വർഷം എല്ലാവരുടെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നമുക്ക് സൂപ്പർ ഓവറിൻ്റെ 8ാമത്തെ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ ഫ്രം മിസാക് പാവുമ്പ.